വാഹനം നിങ്ങൾ കണ്ടോ? ഈ വാഹനം ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ടീം മേവറത്ത് വെച്ച് കണ്ടിട്ട് കൈ കാണിച്ചിട്ട് പരിശോധന വേളയിൽ കൈ കാണിച്ചിട്ട് നിർത്താത്ത വാഹനമാണ്. ഇന്ന് ഞങ്ങളത് ബഹുമാനപ്പെട്ട കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് RTO ബിജു സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ വാഹനം കാണുകയെങ്കിൽ ഞങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ പത്തനാപുരത്തുകൂടി വന്നപ്പോൾ ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന വാഹനമായിരുന്നു ഇത്. അത് കഴിഞ്ഞ് പുറവശത്ത് നോക്ക്, പുറവശത്ത് കണ്ട ബൂമർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ നമ്പർ പ്ലേറ്റിന് പകരം എഴുതിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കളർ RC ബുക്കിലുള്ള കളർ ഇതല്ല. ഈ കളറ് മാറ്റുകയും ഇതിൻ്റെ സൈലൻസറിനെ കണ്ടല്ലേ, വണ്ടിയുടെ സൗണ്ട് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ട ഫിലിം വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ല. നിരവധി ആൾട്രേഷനുകളാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഈ ഒരു പയ്യനാണിത് ഓടിച്ചുകൊണ്ട് വന്നത്. ഒരു 10-20 വയസ്സുണ്ട് പയ്യനാണ്. പുള്ളിക്കാരനോട് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് പോലും പുള്ളിക്കാരന് മനസ്സിലാവുന്ന പോലും ഇത് ചെയ്ത കുറ്റം എന്താണെന്ന് ആ പയ്യന് പോലും. ഇന്നലെയും ഞങ്ങളുടെ ടീം കൈ കാണിച്ചിട്ട് നിർത്താതെ പോവുകയും ഉമയന്നല്ലൂർ ഭാഗത്ത് വെച്ച ഒരു കുട്ടിയെ മറ്റൊരു വാഹനത്തെ ഇടിച്ചിടാൻ ഭാവിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇവൻ ഫാഷൻ വെച്ചേക്കുന്ന സാധനമാണ്. ഗിയറിൻ്റെ ഇതെല്ലാം ഊരി മാറ്റിയിട്ട് ഗിയറിന് ഇത് ഫാഷൻ വെച്ചേക്കുക. ഒരു കുപ്പിയാ മറ്റോ ആ കമത്തി വെച്ചേക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ സൗണ്ട് കണ്ടോ? ക്ലച്ചില്ല. ഈ വാഹനത്തിന് ഒട്ടും ക്ലച്ചില്ല. അതുപോലെ തന്നെ ഗിയറിൻ്റെ ഇത് കണ്ടോ? ഗിയർ ലിവർ കണ്ടോ? ഇതെല്ലാം നോക്കിക്കോ നിങ്ങൾ. ഇതിനകത്ത് എന്തെല്ലാം ആൾട്ടർ ചെയ്യാമെന്ന് വെച്ചാൽ ആ പയ്യൻ ഇതെല്ലാം ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കാതടുപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഓൾട്രേഷൻ തന്നെയാണ്. അതിന്റെ സൈലൻസർ ഓൾട്രേഷൻ ആണ്, വീല് ഓൾട്രേഷൻ ആണ്, പിന്നെ മൊത്തം സൺ ഫിലിം ഒക്കെ ഒട്ടിച്ച് ഗിയർ അവര് വണ്ടി നിർത്തിയില്ല. പോയി വേറെ വണ്ടിയിലൊക്കെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ അത് കാരണം അന്ന് നമ്പർ നോക്കിയപ്പോൾ നമ്പർ ഐഡന്റിഫൈ ഇതിനകത്ത് ബൂമർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബഹുമാനപ്പെട്ട കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു വാഹനം എത്രയും പെട്ടെന്ന്. റോഡ് ഗതാഗത നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ച് ആൾട്ടർ ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം കൊട്ടാരക്കര എൻഫോഴ്സ്മെൻറ്റ് ടീം പിടിച്ചെടുത്തിരിക്കുകയാണ്. പിടിച്ചെടുത്ത വാഹനം ഇപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ സീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് പോലില്ല. നമ്പർ പ്ലേറ്റിന് പകരം ബൂമർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കളർ ചേഞ്ച് ചെയ്തിട്ട് ഇത് RC ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല ഭയാനകമായ സൗണ്ടാണ് ഈ വാഹനത്തിൽ നിന്ന് വരുന്നത്. വാഹനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഗിയർ മുതൽ ക്ലച്ച് മുതൽ എല്ലാ പാർട്സിലും രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. ക്ലച്ച് നല്ല രീതിയിൽ അമർത്താൻ പോലും പറ്റുന്നില്ല. അതുപോലെ ബ്രേക്കിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ടയറിൻ്റെ കാര്യത്തിലും എല്ലാം വളരെയധികം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. തികച്ചും തോന്നിയാസമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പച്ചവാക്കിൽ പറഞ്ഞാൽ ഈ ഒരു വാഹനം സകല നിയമങ്ങളെയും പോലീസിനെയും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വാഹനം നിരത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. പലതവണ ഈ വാഹനം പോലീസ് ചെക്കിങ്ങിലും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ചെക്കിങ്ങിലൊക്കെ കൈ കാണിച്ചെങ്കിലും ഈ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് ശക്തമായ നിർദ്ദേശം എൻഫോഴ്സ്മെൻറ്റ് ടീമിന് RTO നൽകുകയായിരുന്നു. തുടർന്ന് ഈ ഒരു വാഹനം ഇന്ന് വെഹിക്കിൾ പിടിച്ചെടുത്ത് ഇപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വാഹനത്തിന് ഇതിൻ്റെ ലിവറെല്ലാം ഉണ്ട്. ഈ ഹാൻഡ് ബ്രേക്ക് ഇതിൻ്റെ ലിവറെല്ലാം പോയിരിക്കും കേട്ടോ. അതിൽ ഇനി ക്ലച്ച് എന്ന് പറഞ്ഞ സാധനമില്ല. ഒട്ടും ക്ലച്ചൊന്നും ഇല്ല ഇതിന്. ഈ വണ്ടിയുടെ RC ഓണർ ഈ വാഹനം ഓടിച്ചിരുന്ന ആളല്ല ഇതിൻ്റെ RC ഓണർ. ഇതിൻ്റെ പേര് മാറിയിട്ടില്ല ഈ വാഹനത്തിൻ്റെ. പക്ഷേ ഇത് 2-3 ദിവസം കൊണ്ടേ കൊല്ലം ജില്ലയിൽ അവിടെ എവിടെയെങ്കിലായി ഞങ്ങൾ നിർത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കൈ കാണിക്കുമ്പോൾ ഈ വാഹനം നിർത്തുന്നില്ല. വേണ്ടേ ആ ലിവറൊക്കെ ഇതൊക്കെ വേണ്ട. ഹാൻഡ് ബ്രേക്ക് ലിവർ എല്ലാം ഓൾട്ടർ ചെയ്ത് വെച്ചേക്കുക. ക്ലച്ച് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. ക്ലച്ചൊന്നും ഇല്ല വണ്ടി.